ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ, അതായത് ശർക്കര കൊണ്ടുള്ള നല്ല സോഫ്റ്റായ വട്ടയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ്, പച്ചരി കുതിർത്തിട്ടല്ല. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ 2 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ അരിപ്പൊടി ഒരു പാനിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം മതി, നിറച്ച് 1/2 കപ്പ് വേണ്ട. ചെറിയ തീയിൽ നമ്മൾ അരിപ്പൊടി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1 കപ്പ് നാളികേരം ചിരകിയതാണ്. അപ്പം നമ്മൾ 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തുള്ളത്. അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും 1/2 കപ്പ് ശർക്കര നീരും. അപ്പം ശർക്കര നീര് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക തൊലി കളഞ്ഞെടുത്തത് കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 2 സ്പൂണും കൂടി ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളമാണ്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് നാളികേരം വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ പോരാത്തത് വേണമെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയും 1 കപ്പ് നാളികേരം, 1/4 കപ്പോളം ശർക്കര നീരും, പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു നാളികേരം പൊളിച്ചാൽ കിട്ടുന്ന ആ നാളികേരത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുറുക്കി വെച്ചുള്ള അരിപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 നുള്ളു ഉപ്പ്. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം നോക്കുക, മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് അപ്പോൾ ഇത്തിരി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കട്ടിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 5-6 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മൾ കാലത്ത് മാവ് അരച്ച് വെച്ചിട്ട് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊക്കെ റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് ഒഴിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് എല്ലാവർക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു 3/4 ഭാഗത്തോളം മാവൊഴിച്ച് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം ഈ സമയത്ത് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടായിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തട്ട് വെച്ച് ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തുള്ള ഒരു കറുത്ത മുന്തിരി ഓരോന്നായിട്ട് അതിന് മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുന്തിരിയൊക്കെ വെച്ച് വീണ്ടും മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പ്ലേറ്റിൽ വെള്ളം എടുത്ത് അതിലേക്ക് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഓരോന്നായിട്ട് എടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതേ നമ്മുടെ ശർക്കര വട്ടയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കിണ്ണത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയായാലും ചെയ്തെടുക്കുക. നമ്മൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഇഡ്ഡലി തട്ടിൽ തന്നെയാണ് ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ശർക്കര വട്ടയപ്പം അതുപോലെ തന്നെ ചായയും. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.